കഥയാരംഭിക്കുന്നത് ഇറാനിലെ സൗത്ത് ഭാഗത്തുള്ള ഖുസസ്താൻ പ്രൊവിൻസിലാണ്. ആഫ്രോ ഇറാനിയൻ പയ്യനായ ബാഷുവിനെ നമ്മൾ പരിചയപ്പെടുന്നു. തന്റെ കുട്ടിക്കാലത്ത് അത്രമേൽ ഭയാനകമായ പല കാഴ്ചകളും ബാഷു കണ്ടു. ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുകയായിരുന്നു. എല്ലായിടത്തും ബോംബുകൾ വന്നുപതിക്കുന്ന ശബ്ദം, വെടിയൊച്ചകളുടെ മുഴക്കം, വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. മനുഷ്യരുടെ ഉള്ളിൽ ഭയം വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. അവിടെയായിരുന്നു ബാഷു ഉണ്ടായിരുന്നത്. അവന്റെ ബന്ധുമിത്രാദികൾ, കുടുംബം ഒന്നടങ്കം യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് കുട്ടിയായ ബാഷു കൺമുമ്പിൽ കണ്ടു. ബോംബ് തീർത്ത വലിയ ഗർത്തത്തിലേക്ക് പതിച്ചായിരുന്നു അവന്റെ അച്ഛൻ കൊല്ലപ്പെട്ടത്. അവന്റെ അമ്മയാകട്ടെ ഷെല്ലിങ്ങിൽ തീപിടുത്തമുണ്ടായി ആ തീപിടുത്തത്തിൽപ്പെട്ട് വെന്തു മരിച്ചു. ബാഷു ഇതിനൊക്കെ ദൃക്സാക്ഷിയായിരുന്നു. 10 വയസ്സുകാരനായ ആ പാവം പയ്യന് ഭയം ബാധിക്കാൻ അതിലധികം എന്തുവേണം? അവൻ വയലിലേക്ക് ഓടിയൊളിച്ചു. ആരും തന്നെ സഹായിക്കാനില്ല. അവൻ ആകാശത്തിലേക്ക് നോക്കി. ഒരുപക്ഷെ ദൈവസഹായം കിട്ടിയാലോ? കുറേയധികം നേരം ബാഷു അവിടെ തുടർന്നു. കുറച്ചു കഴിഞ്ഞാണ് അതുവഴി ഒരു ട്രക്ക് വന്നത്. തന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞു. ബാഷുവിനും അവിടെ തുടരാൻ പറ്റില്ലായിരുന്നു. ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ബാഷു ആ ട്രക്കിൽ കയറി. ട്രക്കിന്റെ യാത്ര മുമ്പിലേക്ക് തുടർന്നു. ഇറാന്റെ സൗത്ത് ഭാഗത്തു നിന്നും ട്രക്ക് മറ്റൊരു വശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. വണ്ടിയിൽ കിടന്ന് ബാഷു മയങ്ങിപ്പോയിരുന്നു. ഏറെ നേരം നീണ്ട സഞ്ചാരത്തിനൊടുവിൽ ട്രക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അത് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ ഒതുക്കി. ഉറങ്ങുകയായിരുന്ന ബാഷു പെട്ടെന്നാണ് ഒരു പൊട്ടിത്തെറി ശബ്ദം കേട്ടത്. ക്വാറിയിൽ കല്ല് പൊട്ടിക്കുന്ന ശബ്ദമായിരുന്നെങ്കിലും ബാഷുവിനെ അത് ഓർമ്മിപ്പിച്ചത് യുദ്ധത്തിന്റെ ശബ്ദകോലാഹലങ്ങളായിരുന്നു. ഭയന്ന ബാഷു ട്രക്കിൽ നിന്ന് ചാടിയിറങ്ങിയോടി. അവൻ തിരിഞ്ഞു നോക്കിയതേയില്ല. മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നു. അടുത്തു കണ്ട കാട്ടിലൂടെയും മറ്റും മുമ്പിലേക്ക് അവൻ ഓടി ചെന്നു. ഒടുവിൽ ആ കാടും താണ്ടി അവൻ ഓടിയെത്തിയത് ഒരു ഗ്രാമത്തിലേക്കാണ്. ഇറാന്റെ മറ്റൊരു റീജിയനായ കാസ്പിയൻ നോർത്തായിരുന്നു അത്. ഓടിയെത്തിയ ബാഷു ചെന്ന് പെട്ടതാകട്ടെ നായ് എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിലേക്കായിരുന്നു. നായാകട്ടെ അവിടുത്തെ തന്റെ കൃഷിയിടത്തിൽ തന്റെ മക്കളോടൊപ്പം ജോലിക്കായി എത്തിയതായിരുന്നു. കുട്ടികളായ നായുടെ മക്കൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നായി കൃഷിയിടത്തിലെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. നായുടെ ഭർത്താവ് അവിടെയില്ല. അദ്ദേഹം ജോലിക്കായി മറ്റൊരിടത്തേക്ക് പോയിരിക്കുകയാണ്. ഓടിയോടി അവശതയിൽ അവിടെയൊരിടത്ത് വീണ് കിടന്നിരുന്ന ബാഷുവിനെ നായി കണ്ടു. ആഫ്രോ ഇറാനിയൻ ആയതുകൊണ്ട് തന്നെ കറുത്തവർഗക്കാരെ പോലുള്ള ലുക്കായിരുന്നു ബാഷുവിനുണ്ടായിരുന്നത്. അവരുടെ ഗ്രാമത്തിൽ അത്തരത്തിലുള്ള ആരും തന്നെയില്ല. അതുകൊണ്ട് ആദ്യം കണ്ടപ്പോ ബാഷുവിനെ ഒരു അപകടമെന്ന രീതിയിലായിരുന്നു നായ് തെറ്റിദ്ധരിച്ചത്. ബാഷുവിനെ ഓടിക്കാൻ നായ് കല്ലുകളെടുത്തെറിഞ്ഞു. ബാഷു അവിടെ മറഞ്ഞു നിന്നു. നായാകട്ടെ കുറച്ചു കഴിഞ്ഞ് തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ബാഷു ഇതൊക്കെ ദൂരെ നിന്ന് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും നായ് ഒരു അമ്മയാണല്ലോ. ബാഷു ഒരു കുട്ടിയും കാടിനുള്ളിലൂടെ ഓടി വന്നതാണ്. ആ പയ്യന് വിശപ്പുണ്ടാകണം എന്ന് നായ് ഊഹിച്ചു. ഭക്ഷണത്തിൽ ഒരു പങ്ക് അവന് കഴിക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് നായ് എത്തിച്ചു. പക്ഷെ ബാഷു മുമ്പിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. നായെ കണ്ട് അവന് ഭയമുണ്ടായിരുന്നു. നായ്ക്ക് കാര്യം മനസ്സിലായി. നായ് മക്കളെയും കൂട്ടി ഭക്ഷണം അവിടെ വെച്ച് തിരികെ നടന്നു. അവർ അവിടെ നിന്ന് മാറിയതും ബാഷു പുറത്തു വന്ന് അവർ വെച്ചിരുന്ന റൊട്ടിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. വിശപ്പ് ശമിച്ചപ്പോ തന്നെ അവനൊരു ആശ്വാസം തോന്നി. ബാഷു അവിടെ തന്നെ തുടരുന്നുണ്ടായിരുന്നു. നായും അത് നോക്കിക്കണ്ടു. ബാഷുവിനെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് നായ്ക്കുണ്ട്. പക്ഷെ താൻ അങ്ങോട്ടേക്ക് ചെന്നാൽ ഒരുപക്ഷെ ബാഷു ഭയന്നോടും. മാത്രമല്ല രാത്രി വലിയ തണുപ്പുള്ള പ്രദേശമാണ്. അത് ആ കുട്ടിയുടെ ജീവന് പോലും ചിലപ്പോ അപകടമാകാം. എന്തായാലും ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ച നായ് ഭക്ഷണം കൊണ്ടുവന്ന് ബാഷു കാണിക്കെ ദൂരെ ഒരിടത്ത് വെച്ചു. അവൻ വന്നത് കഴിച്ചോട്ടെ എന്ന മട്ടിൽ അവനെ നോക്കി തിരികെ പോയി. ബാഷു അവിടെത്തി ആ ഭക്ഷണം എടുത്ത് കഴിച്ചു. അങ്ങനെ സമയം രാത്രിയായി. വല്ലാതെ തണുക്കുന്നു. നായുടെ പിന്നാലെ ബാഷു ചെന്നു. പോയി അവൻ അവിടെയുള്ള ഒരു മുറിയിൽ കയറി. പക്ഷേ ബാഷു ആ മുറിക്കകത്ത് കയറിയതും മറഞ്ഞു നിന്നിരുന്ന നായ് പുറത്തു വന്ന് ആ മുറി പുറത്തുനിന്ന് പൂട്ടി. ബാഷുവിനെ ഉപദ്രവിക്കണം എന്നൊന്നും നായ്ക്കുണ്ടായിരുന്നില്ല. പക്ഷേ കാടിനോട് ചേർന്ന ആ പ്രദേശത്ത് പുറത്ത് ബാഷു ജീവിക്കുന്നത് അത്ര നല്ലതല്ല. പോരാത്തതിന് നല്ല തണുപ്പുമാണ്. തൽക്കാലത്തേക്ക് സുരക്ഷിതമായി അവൻ അവിടെ തുടരട്ടെ എന്നായിരുന്നു നായ് ചിന്തിച്ചത്. ആദ്യമൊന്ന് ഭയന്ന് ബാഷു വാതിലിൽ മുട്ടിയെങ്കിലും പിന്നീട് അവൻ അത് നിർത്തി. അന്ന് രാത്രി ആ മുറിയിൽ കിടന്ന് ബാഷു സുഖമായിട്ടുറങ്ങി. പിറ്റേന്ന് പുലർച്ചെ അവൻ എഴുന്നേക്കുമ്പോ മുറിയുടെ വാതിൽ തുറന്നിട്ടുണ്ട്. വാതിലിന് പുറത്തുനിന്ന് നായുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തേക്ക് വന്ന ബാഷുവിനെ നായ് നോക്കി കണ്ടു. നായ്ക്ക് ബാഷുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. ബാഷു എങ്ങനെ അവിടെ എത്തി? അവന്റെ കുടുംബം എവിടെയാ? തന്റെ ജിലാക്കി ഭാഷയിൽ നായ് അവനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പക്ഷേ ബാഷുവിന് ജിലാക്കി ഭാഷ വശമില്ല. കാസ്പിയൻ നോർത്ത് ഭാഗത്ത് ഇറാനിൽ ജിലാക്കി ഭാഷയാണ് സംസാരിക്കുന്നത്. ബാഷുവിനറിയാവുന്നതോ അറബിക്കും പേർഷ്യനും ഒക്കെയായിരുന്നു. ബാഷു
ഓരോന്നും അറബിയിൽ പറയാൻ ശ്രമിച്ചപ്പോ നായിക്കും അത് മനസ്സിലായതേയില്ല. എന്നിരുന്നാലും തന്നെ കൊണ്ട് കഴിയുന്ന പോലെ ആംഗ്യഭാഷയിലും മറ്റുമായി ഓരോ കാര്യങ്ങൾ നായോട് പറയാൻ ബാഷു ശ്രമിച്ചു. യുദ്ധത്തിൽ തന്റെ കുടുംബം എങ്ങനെ ഇല്ലാതായി, താൻ എങ്ങനെ ഇവിടെയെത്തി എന്ന ഓരോ കാര്യവും ബാഷു നായോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നായിക്ക് കാര്യമായൊന്നും പിടികിട്ടിയില്ല. പക്ഷേ ബാഷുവിന് ആരുമില്ല, അവൻ ഒറ്റപ്പെട്ടിട്ടാണുള്ളത് എന്ന് നായി തിരിച്ചറിഞ്ഞു. തന്റെ മകനെ പോലെ കരുതി ബാഷുവിനെയും സംരക്ഷിക്കണം എന്ന് നായിക്ക് തോന്നുകയാണ്. കുറച്ചു കഴിയുമ്പോ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ബാഷുവിന്റെ കുടുംബത്തിനടുത്ത് അവനെ എത്തിച്ചേക്കാം എന്നൊക്കെയായിരുന്നു നായ ആദ്യം ചിന്തിച്ചത്. പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും നായ് തനിക്കൊരു അപകടമല്ല എന്ന ചിന്ത ബാഷുവിന് വന്നിരുന്നു. ബാഷു നായെ വിശ്വസിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നായുടെ പിന്നാലെ അവൻ പോയി. ബാഷുവിനെയും കൂട്ടിക്കൊണ്ട് നായ് ഗ്രാമത്തിലേക്ക് എത്തി. പക്ഷെ ഗ്രാമത്തിലുള്ളവർക്ക് ആഫ്രിക്കൻ വംശജരുടെ രീതിയിലുള്ള ബാഷുവിനെ കണ്ട് തീരെ അങ്ങ് പിടിക്കുന്നില്ല. അവരെല്ലാവരും വെളുത്ത വർഗക്കാരായ ആളുകളാണല്ലോ. ബാഷുവിനെ ദുശ്ശകുനം പോലായിരുന്നു അവർ നോക്കിക്കണ്ടത്, അപകട സൂചന പോലെ. ആ സമൂഹത്തിൽ ബാഷുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. എന്തിനേറെ പറയുന്നു, നായ്ക്ക് വരെ അവർ നിർദ്ദേശം കൊടുത്തു, ബാഷുവിനെ അകറ്റി നിർത്തണം, ഒഴിവാക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ആപത്ത് വരാൻ സാധ്യതയുണ്ട്. ബാഷുവിന്റെ നിറം കറുപ്പായതായിരുന്നു അവരുടെയൊക്കെ പ്രശ്നം. പണ്ടുകാലത്ത് അടിമകളായി കറുത്തവർഗക്കാർ ഇറാനിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അവരെ ദുശ്ശകുനം പോലായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. മാത്രമല്ല യുദ്ധമേൽപ്പിച്ച ട്രോമകൾ ബാഷുവിനുണ്ടായിരുന്നു. അത് പലപ്പോഴും അവന്റെ പെരുമാറ്റത്തെ അത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കാനും നാട്ടുകാർ നിർബന്ധിപ്പിച്ചു. മാത്രമല്ല അവന്റെ അറബിക് ഭാഷ അവർക്ക് മനസ്സിലാവുന്നുമുണ്ടായിരുന്നില്ല. എല്ലാവരും അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും നായ് ബാഷുവിനെ വിട്ടുകളയാൻ കൂട്ടാക്കിയില്ല. അവരുടെ ഉള്ളിൽ മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് ഓരോ വസ്തുക്കൾ കാട്ടി അതിന്റെ പേരൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ബാഷുവിന്റെ യഥാർത്ഥ പേരെന്താണ് എന്ന് നായ് ചോദിച്ചു മനസ്സിലാക്കി. കുറെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണെങ്കിലും ബാഷുവിന്റെ പേരറിഞ്ഞപ്പോ നായ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബാഷുവിന്റെ വിവരമറിഞ്ഞ് നായുടെ വീട്ടിലേക്ക് കുറച്ച് ബന്ധുമിത്രാദികൾ വരുന്നത്. അവരാകട്ടെ അവിടെ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ബാഷുവിനെ അപമാനിച്ചും കുറ്റപ്പെടുത്തിയും ബാഷു ദുശ്ശകരമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സഹിക്കാൻ പറ്റാതെ വന്നപ്പോ നായ് അവരെയൊക്കെ ഇറക്കി വിട്ടു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ബാഷുവിന് സുഖമില്ലാതാവുന്നത്. ബാഷുവിന്റെ അവസ്ഥ നായ വല്ലാതെ വേദനിപ്പിച്ചു. മരുന്നിനും ബാഷുവിനെ സുഖപ്പെടുത്താനുമുള്ള സഹായം ചോദിച്ചു നായ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കയറി. പക്ഷെ അവൾക്ക് സഹായമൊന്നും ലഭിച്ചില്ല. ബാഷു അപശകുനമാണെന്നും അവനെ ഒഴിവാക്കുന്നത് നല്ലത് എന്നുമായിരുന്നു ഏവരും പറഞ്ഞത്. മരുന്നുകൾ പോലും അവൾക്ക് കിട്ടിയില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ നായ് കടന്നുപോയി. ചിലയാളുകൾ പറഞ്ഞു, നമ്മുടെ മരുന്നൊക്കെ വെള്ളത്തൊലിയുള്ള മനുഷ്യരിലെ വർക്ക് ചെയ്യുകയുള്ളൂ, കറുത്ത വർഗക്കാരിൽ അതൊന്നും വർക്ക് ചെയ്യില്ല. നായ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അത്. ഒടുവിൽ വൈദ്യന്റെ അടുത്ത് വരെ നായ് ചെന്നു. ആദ്യം വൈദ്യൻ സഹായിച്ചില്ലെങ്കിലും പിന്നീട് നായുടെയും ബാഷുവിന്റെയും അവസ്ഥ മനസ്സിലാക്കി മരുന്നുമായി അയാൾ നായുടെ വീട്ടിലെത്തി. മരുന്ന് കഴിച്ചു തുടങ്ങിയതോടെ ബാഷുവിന്റെ ആരോഗ്യം പതിയെ മെച്ചപ്പെട്ടു. 2 ദിവസം കൊണ്ട് അവൻ പൂർണ്ണമായി ഉഷാറായി. രോഗബാധിതനായി അവൻ കിടന്ന 2 ദിവസവും ഒരമ്മയെപ്പോലെ നായ അവന്റെ കൂടെയിരുന്നവനെ പരിപാലിച്ചു. പല സ്വപ്നങ്ങളും കണ്ട് ഉറക്കത്തിൽ അവൻ ഞെട്ടിയുണരുമ്പോ അവനെ ആശ്വസിപ്പിച്ചു. എന്തായാലും അതോടെ ബാഷുവിന് നായോടുള്ള സ്നേഹം ഒരുപാട് വർദ്ധിച്ചു. തന്റെ ഉമ്മയെപ്പോലെ ബാഷുനായെ നോക്കിക്കാണാൻ തുടങ്ങി. വീട്ടിലെ ജോലികളിലും മറ്റും ബാഷുനായെ സഹായിച്ചു. മാർക്കറ്റിൽ പോകുമ്പോൾ അവരുടെ കൂടെ പോയി. നായ് തന്റെ ഭർത്താവിന് കത്തുകൾ എഴുതുമായിരുന്നു. കത്തുകൾ എഴുതുന്ന കൂട്ടത്തിൽ ബാഷുവിനെ പറ്റിയും അവർ എഴുതി. ഒരു ദിവസം രാത്രിയിൽ മൃഗങ്ങളുടെ ശബ്ദം നായ് കേട്ടു. കണ്ണു തുറന്ന അവർ റാന്തലുമെടുത്ത് വേഗം തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ചെന്നു. ഒച്ചയുണ്ടാക്കി മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നായ് അങ്ങോട്ടേക്ക് എത്തിയത്. പിന്നാലെ വന്ന ബാഷു അതൊക്കെ നോക്കിക്കണ്ടു. പൂർണ്ണമായി നോക്കി മനസ്സിലാക്കി. അടുത്ത ദിവസം നായ് മക്കളെ കുളിപ്പിക്കാൻ വേണ്ടി അടുത്തുള്ള അരുവിയിൽ കൊണ്ടുപോയി. ബാഷു അല്പം മാറി നിന്ന് അത് നോക്കിക്കാണുകയായിരുന്നു. പെട്ടെന്നാണ് മുകളിലൂടെ പക്ഷികൾ പറക്കാൻ തുടങ്ങിയത്. ബോംബിടാൻ പോകുന്ന ഫ്ലൈറ്റുകളുടെയും മറ്റും ഓർമ്മകൾ അത് കണ്ടതും ബാഷുവിലേക്ക് കടന്നു വന്നു. ഭയന്ന ബാഷു ഒളിച്ചിരിക്കാനും മറ്റും തുടങ്ങി. നാട്ടുകാർക്ക് അതൊക്കെ വിചിത്രമായിട്ടായിരുന്നു തോന്നിയത്. ബാഷുവിന്റെ സ്വഭാവമേ ശരിയല്ല, അവനെന്തോ ബാധയുണ്ട് എന്ന മട്ടിലായിരുന്നു ആളുകളുടെ സംസാരം. ബാഷു പലപ്പോഴും കത്തിക്കരഞ്ഞ തന്റെ ഉമ്മയുടെ രൂപവും മറ്റും കൺമുമ്പിൽ കണ്ടു. അതവനെ ഭയപ്പെടുത്തി. പക്ഷേ എപ്പോഴും അവനെ ആശ്വസിപ്പിക്കാൻ നായുണ്ടായിരുന്നു. ഒരിക്കൽ അതുപോലെ തീ കണ്ട് ബാഷു വല്ലാതെ ഭയപ്പെട്ടു. എല്ലാവരോടും ഒളിക്കാനൊക്കെ പറഞ്ഞു. അത് കണ്ടിട്ട് അവിടുള്ള കുട്ടികളും നാട്ടുകാരും ബാഷുവിനെ കളിയാക്കാൻ തുടങ്ങി. കുട്ടികൾ വട്ടമിട്ട് ബാഷുവിനെ ഉപദ്രവിച്ചു. ബാഷുവിനെ രക്ഷിക്കാൻ നായ അങ്ങോട്ടേക്ക് വന്നു. കുട്ടികളെ നായി വഴക്ക് പറഞ്ഞു മാറ്റി. കുട്ടികളാകട്ടെ ബാഷു ഒരു വട്ടനാണെന്നും മണ്ടനാണെന്നും ഒക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണിരുന്ന ഒരു ബുക്ക് ബാഷുവിന്റെ കയ്യിൽ കിട്ടിയത്. ബാഷു അതെടുത്ത് അതിലെഴുതിയിരുന്നത് വായിക്കാൻ തുടങ്ങി. ഇറാൻ നമ്മുടെ രാജ്യമാണ്, നമ്മൾ ഇറാന്റെ കുട്ടികളാണ്. അതോടെ കുട്ടികൾ ബാഷുവിന്റെ അടുത്തേക്ക് ചെന്നു. ബാഷുവിനോട് അവർക്ക് മതിപ്പ് തോന്നി.
തോന്നി. ബാഷു എവിടെ നിന്നാണ്? നിനക്ക് വായിക്കാൻ അറിയാമല്ലോ, നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? അങ്ങനൊക്കെ കുട്ടികൾ ചോദിച്ചു. ബാഷു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പകരം ഒരു കല്ലെടുത്ത് അവിടെ താൽക്കാലികമായി വീട് പോലെ നിർമ്മിച്ചു വെച്ചിരുന്ന പട്ടിക കൂട്ടത്തിലേക്കിട്ടു. അതെല്ലാം കല്ല് വന്ന് വീഴുമ്പോ തകർന്നു വീണു. താൻ എവിടെ നിന്ന് വരുന്നു, എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. ന്യായും ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നു. അടുത്ത ദിവസം വീട്ടിലേക്ക് ന്യായയുടെ ഭർത്താവിന്റെ കത്ത് വന്നിരുന്നു. വൈദ്യനാണ് എപ്പോഴും കത്ത് വായിച്ചു കൊടുക്കുക. പക്ഷേ ആ കത്തിൽ ബാഷുവിനെ പറ്റിയുള്ള വിശേഷങ്ങളൊന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല. ബാഷുവിനത് വിഷമമുണ്ടാക്കും എന്ന് ന്യായ്ക്ക് തോന്നി. വൈദ്യനത് വായിച്ചു തീർത്തതും ന്യായ് വേഗം കത്ത് വാങ്ങി അത് തുടർന്ന് വായിക്കുന്ന പോലെ വായിച്ചു. ബാഷു വന്നതിൽ അവളുടെ ഭർത്താവിന് സന്തോഷമുണ്ടെന്നും ബാഷു ജോലിയിലും മറ്റും അവളെ സഹായിക്കുമല്ലോ, അതോർക്കുമ്പോൾ തനിക്ക് ആശ്വാസം തോന്നുന്നു എന്ന മട്ടിലുമൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ബാഷുവിനും ചെറിയ സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് രാത്രിയിൽ കൃഷിയിടത്തിൽ മൃഗങ്ങൾ വിളവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാവലിരിക്കാൻ വേണ്ടി ന്യായ് പോയി. ന്യായ്ക്കൊപ്പം പോവാൻ ബാഷു റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ന്യായ്ക്കൊപ്പം കാവൽ മാടത്തിലേക്ക് പോയ ബാഷു ന്യായെ സഹായിച്ച് അവിടെ തന്നെ ഇരുന്നു. അടുത്ത ദിവസം ന്യായ് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. ബാഷുവും സഹായത്തിനായി കൂടെ പോയി. ന്യായ്ക്കൊപ്പം ഇരുന്ന് മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങി. ന്യായ് ഓരോ കച്ചവടം ചെയ്യുന്നതും വിലപേശുന്നതുമൊക്കെ ബായ് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ന്യായെ പറ്റിക്കാൻ ശ്രമിച്ചപ്പോ ബാഷു കൃത്യസമയത്ത് ഇടപെട്ട് ന്യായോട് അത് പറഞ്ഞു. ന്യായ്ക്കും അവനോട് വലിയ മതിപ്പ് തോന്നി. മാർക്കറ്റിൽ ഇങ്ങനെ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോഴാണ് ന്യായ് ഓർത്തത്, ബാഷു വന്നിട്ട് അത്രയും നാളായി, ബാഷുവിനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല, നല്ല വസ്ത്രം പോലുമില്ല. ബാഷുവിന്റെ പക്കൽ കുറച്ച് പണം കൊടുത്ത് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ, ഒന്ന് കറങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞ് ന്യായ് പറഞ്ഞയച്ചു. ബാഷു ആകട്ടെ മാർക്കറ്റിലൂടെ സാധനങ്ങൾ നോക്കി മുമ്പോട്ടേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോ ബാഷുവിന്റെ കണ്ണുകൾ ഒരു സ്ത്രീയിലുടക്കി. ആ സ്ത്രീയെ കണ്ടിട്ട് അവന്റെ ഉമ്മയെപ്പോലുണ്ടായിരുന്നു. ബാഷു ആ സ്ത്രീയുടെ പിന്നാലെ ചെന്നു. കച്ചവടമൊക്കെ കഴിഞ്ഞ് ന്യായ് എഴുന്നേറ്റു. ബാഷു നേരത്തെ ഒരു ഷർട്ട് നോക്കുന്നത് ന്യായ് കണ്ടിരുന്നു. ബാഷുവിനായി വിലപേശി അവരത് വാങ്ങി. അപ്പോഴാണ് ബാഷുവിനെ നോക്കുന്നത്. ബാഷുവിനെ എവിടെങ്ങും കാണാനില്ല. അവിടെ എല്ലായിടത്തും ബാഷുവിനെ അവർ തിരഞ്ഞെങ്കിലും ബാഷുവിനെ കണ്ടുകിട്ടിയില്ല. ഒടുവിൽ മാർക്കറ്റ് ഒഴിയുന്നവരെ അവർ അവിടെ കാത്തുനിന്നു. ബാഷുവിനെ കാണാതെ സങ്കടത്തിലായിരുന്നു ന്യായും മക്കളും വന്ന് തിരികെ പോന്നത്. ഗ്രാമത്തിലെത്തിയപ്പോ എല്ലാവരും ന്യായുടെ വീട്ടിലേക്ക് വിവരമറിഞ്ഞെത്തി. ചിലർ ബാഷു പോയത് നന്നായെന്ന് പറഞ്ഞപ്പോ ചിലരാകട്ടെ ഒരു കുട്ടിയെ നോക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ന്യായെ കുറ്റപ്പെടുത്തി. ന്യായ്ക്ക് ബാഷു പോയതിൽ വലിയ ദുഃഖമായിരുന്നു. ഒരു പാവം പയ്യനെ നോക്കാൻ പറ്റാത്തതിന് എന്റെ ഭർത്താവ് വരുമ്പോ എന്നെ കുറ്റപ്പെടുത്തും എന്നായിരുന്നു ന്യായ് വിഷമിച്ചത്. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുകാരുടെ സ്വഭാവം കൃത്യമായി ന്യായ്ക്കറിയാമായിരുന്നു. അവർ അവരുടെ വായിൽ വരുന്നത് വിളിച്ചു പറയുന്നതാണ്. പെട്ടെന്നാണ് മക്കളുടെ ശബ്ദം കേട്ടത്. ന്യായ് നോക്കുമ്പോ മക്കളുടെയൊപ്പം അതാ ബാഷു വരുന്നു. ന്യായ്ക്ക് വലിയ സന്തോഷം തോന്നി. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാകട്ടെ ബാഷുവിനെ കണ്ടതും അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഭയന്ന് ബാഷു തിരികെ ഓടിയ ബാഷു തോടിന് കുറുകെയുള്ള പാലത്തിൽ കയറിയതും നിലതെറ്റി അവൻ തോട്ടിലേക്ക് വീണു. മുങ്ങിത്താഴാൻ തുടങ്ങി. ബാഷുവിന് നീന്തലറിയില്ല. നാട്ടുകാരൊക്കെ അത് കണ്ട് ഭയന്ന് പിന്മാറി നിൽക്കുകയാണ്. ന്യായ് ഓടിപ്പോയി വേഗം വലയെടുത്തുകൊണ്ട് വന്നു. വല വീശി അവനെ അതിലാക്കി കരയിലേക്ക് വലിച്ചടുപ്പിച്ചു. നാട്ടുകാരും സഹായത്തിനെത്തിയിരുന്നു. ബാഷുവിനെ ന്യായ് രക്ഷപ്പെടുത്തി തന്നോട് ചേർത്ത് പിടിച്ചു. അടുത്ത ദിവസം ഒരു പ്രശ്നമുണ്ടായി. ആദ്യം ബാഷു പാടത്തു നിൽക്കുമ്പോ കുട്ടികൾ കളിക്കാനായിട്ട് വന്നു. കളിപതിയെ കുട്ടികൾ തമ്മിലുള്ള വഴക്കിലേക്കും തമ്മിത്തലിലേക്കും ബാഷുവിനെ ഉപദ്രവിക്കുന്നതിലേക്കും നീങ്ങി. അത് കണ്ടായിരുന്നു ന്യായ് ഓടി വന്നത്. കുട്ടികളെ തല്ലിയോടിച്ച് ബാഷുവിനെ അവർ രക്ഷപ്പെടുത്തി. താൻ കാരണം ന്യായ്ക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്നല്ലോ എന്നോർത്തപ്പോ ബാഷുവിന് സങ്കടം വന്നു. ന്യായ് ബാഷുവിനെയും ശകാരിച്ചിരുന്നു. ബാഷുവുമായി ന്യായ് വീട്ടിലേക്ക് പോവാൻ തുടങ്ങി. അപ്പോഴാണ് ന്യായ് തല്ലിയോടിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ അവരുമായി അങ്ങോട്ടേക്ക് പടക്കെത്തുന്നത്. ബാഷുവിനു വേണ്ടി ന്യായ് അവരുടെ കുട്ടികളെ തല്ലിയതും അവരുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തതും നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ന്യായോട് വലിയ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ന്യായാകട്ടെ ഒട്ടും മടിച്ചില്ല. തന്റെ മകനായി കരുതുന്ന ബാഷുവിനെ സപ്പോർട്ട് ചെയ്തു തന്നെ നിന്നു. പക്ഷേ അപ്പോഴേക്കും ബാഷുവുമായി വഴക്കുണ്ടാക്കിയ കുട്ടികളാകട്ടെ വീണ്ടും ബാഷുവുമായി കൂട്ടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നു. ബാഷുവിനെതിരെ സംസാരിക്കാനും ചോദിക്കാനും വന്ന നാട്ടുകാരാകട്ടെ ആകെ എളിഭ്യരുമായി. വൈകാതെ ചെറിയ രീതിയിൽ വിളവെടുപ്പ് ആരംഭിച്ചിരുന്നു. ബാഷു അവരുടെ കൂടെ സന്തോഷത്തിൽ തന്നെ തുടരുന്നു. ആ ഇടയ്ക്കാണ് ന്യായുടെ ഭർത്താവിന്റെ ഒരു കത്ത് വന്നത്. വൈദ്യനെത്തി അത് വായിച്ചു. ബാഷു ആ കത്തിന്റെ കുറച്ചു ഭാഗം കേട്ടിരുന്നു. അതിപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ടവളെ, ബാഷുവിന്റെ കാര്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നീ അവനെ വളർത്താൻ പോവുകയാണല്ലേ, നീ എന്ത് വൃത്തികേടായി ചെയ്യുന്നത്? അത്രയും വൈദ്യൻ വായിച്ചപ്പോഴേക്കും ന്യായ് വന്ന് ആ കത്ത് വാങ്ങിക്കൊണ്ടുപോയി. അത്രയും ബാഷു കേൾക്കുകയും ചെയ്തിരുന്നു. അന്ന് ന്യായില്ലാത്ത സമയം നോക്കി ബാഷു ആ കത്തെടുത്തു. അത് തുടർന്നു വായിച്ചു. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു? നീയൊരു ഭാര്യയും കുടുംബനാഥിയുമല്ലേ? ആൾക്കാർ പറയുന്ന അപവാദങ്ങൾ നിനക്ക് പേടിയില്ലേ? നോക്ക്, ഭക്ഷണം കൊടുക്കാൻ നമുക്കൊരാൾ കൂടി
പേടിയായി. എന്റെ അടുത്ത് പണം കാക്കുന്ന മരമുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? അതൊക്കെ വായിച്ചതും പാവം ബാഷുവിന്റെ ഹൃദയം തകർന്നിരുന്നു. നായോട് അവനത്ര സ്നേഹമുണ്ടെങ്കിലും നായയുടെ ഭർത്താവിന് അവന് ഇഷ്ടമല്ല എന്നവന് മനസ്സിലായി. താൻ അവിടെ തുടർന്നാൽ അവർക്കൊരു ബാധ്യതയാകുമെന്ന് ചിന്തിച്ച് അവിടം വിട്ടുപോവാൻ അവൻ തീരുമാനിച്ചു. നായ് വാങ്ങിക്കൊടുത്ത ഷർട്ടും ഉപേക്ഷിച്ച് അവൻ അവിടെ നിന്ന് കരച്ചിലോടെ ഇറങ്ങി നടന്നു. ഇതേ സമയം നായാകട്ടെ കൃഷിയിടത്തിൽ ജോലിയിലായിരുന്നു. പെട്ടെന്ന് നല്ല കാറ്റ് വീശാൻ തുടങ്ങി. ബാഷു ഇട്ടിട്ട് പോയ കത്ത് കാറ്റിൽ പറന്ന് നായുടെ അടുത്തെത്തി. ആ കത്ത് പായുടെ ഇടയിൽ താൻ സൂക്ഷിച്ചു വെച്ചതാണ്. അതങ്ങനെ തന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ബാഷു അതെടുത്ത് വായിച്ചിട്ടുണ്ടാകുമെന്ന് നായിക്ക് മനസ്സിലായി. ബാഷുവിനെ നോക്കി നായ് വീടിന്റെ അടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും അവിടൊന്നും ബാഷു ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ മാറാൻ തുടങ്ങുന്നു. കനത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് നായ് ബാഷുവിനെ നോക്കി ഓടിയിറങ്ങി. വഴിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ബാഷു പോയ വഴി കാട്ടിക്കൊടുത്തു. നായ് അങ്ങോട്ടേക്ക് ഓടി. ബാഷു ഊരിയിട്ട ഷർട്ട് അവൾക്ക് കിട്ടി. ആ ഷർട്ടും കയ്യിൽ പിടിച്ച് നായ് മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നു. കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ ഒരിടത്തും മഴ നനയാതിരിക്കുന്ന ബാഷുവിനെ നായ് കണ്ടെത്തി. ദേഷ്യവും സങ്കടവും നായ്ക്ക് വരുന്നുണ്ടായിരുന്നു. വടിയെടുത്ത് തന്റെ മകനെ ശിക്ഷിക്കുന്ന പോലെ നായ് അവനെ ശിക്ഷിച്ചു. അവനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാഷുവിനും കരച്ചിൽ വന്നിരുന്നു. ബാഷു നായോട് ക്ഷമ ചോദിച്ചു. ഭർത്താവിന്റെ അടുത്ത് എന്തു പറയും? അദ്ദേഹം വരുമോ? എന്തു ചെയ്യും എന്നൊക്കെ നായ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. തലേന്നത്തെ മഴ നനഞ്ഞതും മറ്റും നായെ അവശതയിലാക്കി. അവർ പതിയെ രോഗത്തിനടിമപ്പെടാൻ തുടങ്ങി. പിച്ചും പേയും പറയുന്നു. ബാഷുവിന് അത് കണ്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. നായുടെ ഉത്തരവാദിത്തങ്ങൾ പിന്നാലെ ബാഷു ഏറ്റെടുത്തു. കോഴിക്കും മറ്റും തീറ്റ കൊടുത്തു. നായുടെ മക്കളെ, തന്റെ സഹോദരങ്ങളെ ബാഷു ഭക്ഷണം കൊടുത്തു ഊട്ടി. അവരെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചു. പക്ഷേ നായുടെ രോഗം മൂർച്ഛിച്ചു വരികയാണ്. ബാഷു ഓടിപ്പോയി വൈദ്യന്റെ വീട്ടിൽ സഹായം ചോദിച്ചു. ഉമ്മയ്ക്ക് സുഖമെല്ലാം മരുന്ന് വേണമെന്ന് പറഞ്ഞു. പക്ഷേ വൈദ്യൻ പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നു. ബാഷു നിസ്സഹായനായി. നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഒരു സഹായവും കിട്ടിയില്ല. അവർ ബാഷുവിന്റെ മുമ്പിൽ വാതിലടച്ചു. വേദനയോടെ ബാഷു തിരികെയോടി. തന്റെ ഉമ്മയുടെ അവസ്ഥയോർത്ത് മൃഗങ്ങളെ ഓടിക്കുന്ന വാദ്യോപകരണത്തിൽ മുട്ടി വലിയ രീതിയിൽ താൻ എന്തു ചെയ്യും എന്ന് പരിഭവിച്ചുകൊണ്ടിരുന്നു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടതാണോ എന്തോ, നായുടെ ദേഹത്ത് കയറിയ പ്രേതബാധ ഒഴിഞ്ഞു പോകുന്ന പോലെ അവളുടെ അസുഖം വിട്ടുമാറി. ബാഷുവിനതോടെ നായ്ക്ക് കൂടുതൽ കരുതലും സ്നേഹവും തോന്നിയിരുന്നു. സുഖപ്പെട്ടതിന് പിന്നാലെ നായ് ബാഷുവിനെ കൊണ്ട് തന്റെ ഭർത്താവിനൊരു കത്തെഴുതിപ്പിച്ചു. നായ് പറഞ്ഞു കൊടുക്കുന്നത് ബാഷു എഴുതി. ഈ കത്തെഴുതുന്നത് എന്റെ മകൻ ബാഷുവാണ്. അവൻ എന്നെ വീട്ടുജോലികളിൽ സഹായിക്കും. കുറച്ച് ഭക്ഷണം കഴിച്ച് കൂടുതൽ ജോലി അവൻ ചെയ്യും. എന്റെ പങ്കിൽ നിന്നുമാണ് ഞാൻ അവൻ ആഹാരം കൊടുക്കുന്നത്. മറ്റ് കുട്ടികളെയൊക്കെ പോലെ അവൻ ഈ ഭൂമിയുടെയും സൂര്യന്റെയും പുത്രനാണ്. ബാഷു പിന്നീട് നായുടെ കുടുംബത്തിലെ അംഗം തന്നെയായി മാറി. വിളവെടുപ്പിന് ബാഷു കൂടെ കൂടി. മൃഗങ്ങളെ ഓടിക്കാൻ നായ് പോയി കാവലിരിക്കുമായിരുന്നല്ലോ. അത് വേണ്ടെന്ന് വെപ്പിച്ച് ബാഷു തന്നെ കാവലിരിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് നായ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ബാഷു അവരുടെ വയലിടത്തിൽ ഒരു കോലം വരെ ഉണ്ടാക്കി നാട്ടി. അതുകൊണ്ട് പക്ഷികളുടെയും മറ്റും ശല്യം കുറഞ്ഞിരുന്നു. ഒരു ദിവസം വയലിനോട് ചേർന്നിരുന്ന് ബാഷു ഓടക്കുഴൽ വായിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു വ്യക്തി കടന്നു വന്നത്. ബാഷുവിന്റെ അടുത്തെത്തിയപ്പോൾ ബാഷു വെള്ളം കുടിക്കുകയായിരുന്നു. അദ്ദേഹം ബാഷുവിനോട് കുറച്ച് വെള്ളം ചോദിച്ചു. ഒട്ടും മടിക്കാതെ ബാഷു അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. പിന്നാലെ അദ്ദേഹം ചോദിച്ചു, നീ എന്താ എന്നെ തുറച്ചു നോക്കുന്നത്? ബാഷു പറഞ്ഞു, അങ്ങനൊന്നുമില്ല, വഴിപോക്കനാണെന്ന് കരുതി. നീയാണോ ഓടക്കുടൽ വായിച്ചത്? ആ, ഓടക്കുടൽ വായിച്ച നന്നായി വിളകളുണ്ടാകും. നിനക്കൊരു നോക്കുകുത്തിയുമുണ്ടല്ലോ. ആ, അത് ഞാനുണ്ടാക്കിയതാ. എന്തേലും കുഴപ്പമുണ്ടോ? അതിന്റെ കൈകള്. ആ കൈകളിലേക്ക് നോക്കി അയാളൊന്ന് നെടുവീർപ്പിട്ടു. പിന്നാലെ എഴുന്നേറ്റ് പറഞ്ഞു, മുൻപ് ഞാനും ഓടക്കുടൽ വായിച്ചിരുന്നു. അതും പറഞ്ഞ അയാൾ നടന്നു പോവാൻ തുടങ്ങി. ബാഷു വിളിച്ചു ചോദിച്ചു, നോക്കുകുത്തിയുടെ കൈയിനെന്താ കുഴപ്പം? അത് നല്ല ആശയമാണ്. അത് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ആ നോക്കുകുത്തിയുടെ കൈക്ക് പകരമായി ബാഷു ശബ്ദമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് സ്റ്റീൽ വളയങ്ങൾ കെട്ടിത്തൂക്കിയിരുന്നു. കാറ്റിൽ അതാടുമ്പോൾ അത് കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാകുന്നു. അപ്പോഴാണ് അതുവഴി കുട്ടികൾ പോയത്. കുട്ടികൾ ബാഷുവിനോട് നായ് എവിടെയെന്ന് ചോദിച്ചു. എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയേക്കുവാണെന്ന് ബാഷു വിളിച്ചു പറഞ്ഞു. പിന്നീട് നായുടെ കാര്യമോർത്തപ്പോ ബാഷു സ്കൂളിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ബാഷു തിരികെ വരുമ്പോഴാണ് ഒരു കുട്ടിയിൽ നിന്ന് ആ വിവരം അറിഞ്ഞത്. നായുടെ ഭർത്താവ് വന്നിട്ടുണ്ടത്രേ. ബാഷു ഒരു നിമിഷം മടിച്ചു നിന്നു. പിന്നെ അയാളെ കാണുവാൻ വേണ്ടി നേരെ വീട്ടിലേക്ക് ഓടി. നായ അയാൾ ഉപദ്രവിച്ചാൽ നായ്ക്ക് കാവൽ നിൽക്കാൻ ഒരു വടിയുമെടുത്തായിരുന്നു ബാഷു ചെന്നത്. അവൻ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നായും ഭർത്താവും വലിയ വാക്കുതർക്കം നടക്കുകയാണ്. നേരത്തെ ബാഷു വെള്ളം കൊടുത്ത മനുഷ്യനായിരുന്നു നായയുടെ ഭർത്താവ്. ബാഷുവിനെ അവിടെ നിർത്തിയതിലും മറ്റും അയാൾ ദേഷ്യപ്പെടുകയാണ്. നായും വിട്ടുകൊടുക്കുന്നില്ല. ജോലി അന്വേഷിച്ചു പോയ അയാൾ ഒരു അപകടത്തിൽപ്പെട്ട് സ്വന്തം കൈയും നഷ്ടപ്പെടുത്തിയാണ് തിരികെ എത്തിയിരിക്കുന്നത്. വിളവെടുപ്പിന് പോലും കൂടെ കൂടാൻ ആരുമില്ല.
മിണ്ടുന്നില്ല. നായ് വല്ലാതെ ദുഃഖത്തിലാണ്. കൂട്ടത്തിൽ ബാഷുവിനെ പറ്റിയുള്ള പ്രശ്നങ്ങളും. അങ്ങോട്ടേക്ക് ബാഷു കടന്നു ചെന്നു. നായോട് ബഹളമുണ്ടാക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ബാഷു ചെന്നത്. താൻ വെള്ളം കൊടുത്ത ആ വഴിപോക്കനെ അവിടെ കണ്ട ബാഷു ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തിനാണ് ബഹളം വെക്കുന്നത്? അതാണ് ബാഷുവെന്ന് തിരിച്ചറിഞ്ഞതും അയാളുടെ മനസ്സ് മാറി. ചെറുപുഞ്ചിരിയോടെയെങ്കിലും അയാൾ പറഞ്ഞു, ഞാൻ നിന്റെ വാപ്പയാണ്. അത് കേട്ടതും നായ്ക്കും സന്തോഷം തോന്നിയിരുന്നു. ബാഷു അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ വേണ്ടി തന്റെ കൈ നീട്ടി. അപ്പോഴാണ് തന്റെ കൈ നഷ്ടപ്പെട്ട വിവരം അദ്ദേഹം ബാഷുവിനോട് സൂചിപ്പിച്ചു കാട്ടുന്നത്. ബാഷു ഉടനെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹവും ബാഷുവിനെ ചേർത്ത് പിടിച്ചു. ഈ സമയം കൃഷിയിടത്തിൽ പന്നിയിറങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അതിനെ ഓടിക്കാൻ ഒച്ചയുണ്ടാക്കി നായ് കൃഷിയിടത്തിലേക്ക് ഓടി. ബാഷുവും ഭർത്താവും പിന്നാലെ ഓടിച്ചെന്നു. അവരൊന്നിച്ച് ഒച്ചയുണ്ടാക്കി. വിളതിന്നാനെത്തിയ പക്ഷികളെയും മൃഗങ്ങളെയും ഓടിച്ചകറ്റി. പ്രശ്നമുണ്ടാക്കാൻ വരുന്ന നാട്ടുകാരെയും മറ്റും അതുപോലെ അവർ ഓടിച്ചകറ്റും എന്ന സൂചനയോടെ അവർ സന്തോഷമായി ഇനി ജീവിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.